നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു വികാരം നിങ്ങളിലുണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലെ പ്രധാന സെഗ്മെൻറ്റുകളിലൊന്ന് ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു വികാരം നിങ്ങളിലുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലെങ്കിൽ അത് വേഗം വരുത്തുക. കാരണം അതേവിട്ട് മനോഹരമായൊരു വികാരം വേറെ ഇല്ല. കാരണം ഒരു മനുഷ്യന് തൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലകയിൽ എത്തിക്കുന്നതും സന്തോഷത്തിൻ്റെ മലമുകളിൽ എത്തിക്കുന്നതുമായിട്ടുള്ള ഒരു വികാരമാണത്. പ്രണയിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലെങ്കിലും പ്രണയിക്കാത്ത മനുഷ്യരുണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമായിരിക്കുമല്ലേ? അത്രയ്ക്ക് കഠിന ഹൃദയരായിട്ടുള്ള മനുഷ്യരുണ്ടാവുമോ? കാണാം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഓഷോയുടെ പ്രണയത്തിൻ്റെ രഹസ്യങ്ങൾ, ലവ്സ് മിസ്റ്ററീസ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ പറ്റിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബുക്ക്, ലവ്സ് മിസ്റ്ററീസ് ബൈ ഓഷോ. ഓഷോയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ചില സമയത്ത് ചിന്തിക്കുമ്പോൾ ഒരാൾ ദൈവം, ചില സമയത്ത് ഇരിക്കുമ്പോൾ ഫിലോസഫിക്കലായിട്ട് എന്തോ വലിയ തോട്ടുള്ളൊരു മനുഷ്യനുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഓഷോ. ഞാൻ ഓഷോയെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ പുള്ളിയുടെ കൃതികളൊക്കെ കിട്ടുമ്പം വായിക്കാറുണ്ട്. കാരണം ഇച്ചിരി ഫിലോസഫിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് വട്ടുപിടിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വായിക്കുന്ന ഇഷ്ടമാണ്. അപ്പം ഇന്ന് പുള്ളിയുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രണയത്തിനെ പറ്റിയാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ പ്രണയം എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കുന്നത് ഒരു ചെറുക്കനും പെൺകുട്ടിയും പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ആ ഒരു പ്രണയത്തെ പറ്റിയല്ല പുള്ളി പറഞ്ഞിരിക്കുന്നത് സ്നേഹത്തെ പറ്റി തന്നെയാണ്. അതിന് പ്രണയം എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേസമയം തന്നെ കമിതാക്കളായിട്ടുള്ള ആളുകളെ പറ്റിയും പുള്ളി പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ബുക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഷോയോട് കുറച്ച് ആളുകൾ ചോദിക്കുന്ന ക്വസ്റ്റ്യനും അതിന് ഉത്തരവായിട്ട് പുള്ളി കൊടുത്ത കാര്യങ്ങളുമാണ് ഈ ഒരു ബുക്കിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം പുള്ളിയുടെ ഉത്തരങ്ങളും പുള്ളിയോട് ചോദിച്ച ചോദ്യങ്ങളും തമ്മിൽ വലിയ കണക്ഷനൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട്. സീരിയസ്ലി ഫിലോസഫിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഈ ബുക്ക് വായിക്കുമ്പോൾ വെറും ഒരു വട്ടായിട്ടേ തോന്നത്തുള്ളൂ. കാരണം വേറെ സംഭവങ്ങളൊന്നുമില്ല. പുള്ളിയോട് ചോദിച്ച ചോദ്യങ്ങൾ ഇതാണെങ്കിൽ പുള്ളി പറയുന്ന സാധനങ്ങൾ ഇതായിരിക്കും. അത്രത്തോളം ഡിഫറൻസ് ഉള്ള സാധനങ്ങളാണ്. പക്ഷേ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്കാണെങ്കിൽ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്കിതിൽ പുള്ളി പറഞ്ഞൊരു കോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ത്രീയുടെ ബന്ധനത്തിൽ കഴിയുന്ന പുരുഷനും പുരുഷൻ്റെ ബന്ധനത്തിൽ കഴിയുന്ന സ്ത്രീയും ഒരിക്കലും നല്ലൊരു പ്രണയ ജീവിതത്തിൽ അകപ്പെടുന്നവരായിരിക്കില്ല. അവരുടെ ജീവിതം നരകതുല്യമായിരിക്കും. ശരിയാണ്, രണ്ടുപേരുടെയും ബന്ധനത്തിൽ പെട്ട് കിടക്കുമ്പം സ്വന്തം മനസ്സിനൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളത് ചെയ്യരുത്, ഞങ്ങളിത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നൊക്കെ പറയുന്ന ഒരു ബന്ധമാണെങ്കിൽ സന്തോഷം ഉണ്ടാവുമോ? അതേ കൂട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളിയിൽ പറയുന്നുണ്ട്. സോ ഈ ബുക്ക് വായിക്കാൻ താല്പര്യപ്പെടുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഫിലോസഫി ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഈ ഒരു ബുക്ക് എടുത്ത് വായിക്കാവൂ. അല്ലാത്ത പക്ഷേ ഇതെടുത്ത് കളയാൻ തോന്നും. കാരണം ഒരു കണക്ഷനും ലോജിക്കില്ലാത്ത രീതിയിലാണ് പുള്ളി പറഞ്ഞു വായിക്കുന്നത്. സോ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ഈ പ്രണയത്തെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് അറിയണം, അതിനെപ്പറ്റി പഠിക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ബുക്ക് എടുക്കണ്ട. ഇത് വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം കിട്ടുന്നില്ല. പക്ഷേ ഫിലോസഫിക്കലായിട്ട് പ്രണയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ബുക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റിഗ്മകളെ പറ്റി പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അതായിട്ട് തന്നെ നമ്മൾ വിശുദ്ധരായിട്ട് കാണുന്ന ഒരുപാട് യുഗപുരുഷന്മാരില്ലേ, പല ദൈവങ്ങളുമുണ്ട്, പല മതഗ്രന്ഥങ്ങളുമുണ്ട്, അതിനെപ്പറ്റിയൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പം അത് കേൾക്കുമ്പം ഇഷ്ടപ്പെടാത്തൊരു ഇത് വായിക്കണ്ട. അല്ലാത്ത പക്ഷം നല്ലൊരു ബുക്കാണ്. വായിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വായിക്കാവുന്നതാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. ഈ പുസ്തകം ഒരുപാട് പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു പബ്ലിഷർ മാത്രമല്ല, ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ 37 ഭാഷയിൽ എങ്ങാണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ബുക്കാണ്. സോ താല്പര്യമുള്ളവർക്കൊക്കെ വായിക്കാം. ഇത് വായിച്ച് സമയം കളയാൻ താല്പര്യമുള്ളവർ വായിച്ചാൽ മതി, അല്ലാതെ മസ്റ്റ് റീഡായിട്ടൊന്നും വായിക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രണയിക്കുന്നവരാണെങ്കിൽ ഒന്ന് വായിച്ചിരിക്കുക, ഇച്ചിരി ഫിലോസഫിയൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.